അറിഞ്ഞില്ലേ ചുള്ളിക്കൽ സോൾട്ട് ഫാഷൻ സ്റ്റോറിൽ പെരുന്നാൾ വിഷു ഓഫറുകളുടെ പെരുമഴ. ലേഡീസ്, കിഡ്സ്, ജെന്റ്സ് ഡ്രസ്സുകൾക്ക് വമ്പിച്ച വിലക്കുറവ്. 1000 രൂപയ്ക്ക് 5 ഷർട്ട്, 5 ടീഷർട്ട് വെറും 1000 രൂപയ്ക്ക്. 3 ജെന്റ്സ് ജീൻസ് വെറും 999 രൂപയ്ക്ക്. 480 രൂപയ്ക്ക് 3 ലേഡീസ് ടോപ്പ്. 799 രൂപയ്ക്ക് 2 ലേഡീസ് ജീൻസ്. 1000 രൂപയ്ക്ക് 2 ബ്രാൻഡഡ് ഷർട്ടുകൾ. 3 ഗേൾസ് ഫ്രോക്കിന് വെറും 500 രൂപ മാത്രം. 175 രൂപ മുതൽ നൈറ്റികൾ. 749 രൂപയ്ക്ക് 1 അല്ല 2 ഷർട്ടുകൾ. അതുപോലെ ലേഡീസ് ബാഗ്, കിഡ്സ് ടോയ്സ്, ഫാൻസി ഐറ്റംസ്, അങ്ങനെ എല്ലാത്തിനും നല്ല അടിപൊളി ഓഫറാണ് സോൾട്ട് ഫാഷനിൽ. അപ്പോൾ ഈ വിഷു പെരുന്നാൾ ചുള്ളിക്കൽ സോൾട്ട് ഫാഷനോടൊപ്പം. നമ്മളുടെ ഒരു ഈ പ്രാവശ്യത്തെ ഇലക്ഷനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ എന്താ? ഇലക്ഷൻ്റെ ചൂട് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അന്തരീക്ഷത്തിലെ ചൂട്. ഇലക്ഷൻ ഇപ്പോൾ ഇനി ഏതായാലും 20 ദിവസം കഷ്ടിയുള്ളൂ. അപ്പോൾ ഇലക്ഷൻ കൂടുതൽ ഇനി മുറുകാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ LDFൻ്റെയും UDFൻ്റെയും ഒക്കെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? സ്ഥാനാർത്ഥിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നിലവിൽ ഇപ്പോൾ UDF മണ്ഡലമാണ്. അപ്പോൾ നിലവിൽ ഇവിടുത്തെ MP ഹൈബീഡനാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ആ MP സ്ഥാനം അദ്ദേഹം നിലനിർത്തുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വിലയിരുത്തൽ. പക്ഷെ അതിൽ പലപ്പോഴും മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടല്ലോ. മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യത, പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതൊരു UDF മണ്ഡലം, സ്ഥിരമായി UDFൻ്റെ ഒരു മണ്ഡലം ആയതും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് നടക്കുന്ന പാർലമെൻറ്റ് ഇലക്ഷനാണ്. ഇവിടെ കൂടുതൽ സാധ്യത ഹൈബീഡനാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അല്ല, ഇന്ത്യ മുന്നണിയുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു ഇതാണല്ലോ പൊതുവേ രാജ്യത്ത് മൊത്തം നീക്കങ്ങൾ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയാണ്? ഇപ്പോൾ നിലവിൽ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ BJP നേതൃത്വം നൽകുന്ന NDA ആണ് ഭരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സാധാരണ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റം, ഇപ്പോൾ പെട്രോൾ ഡീസൽ വില വർധന ഉൾപ്പെടെയുള്ള ഗ്യാസിൻ്റെ വില വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അതിൽ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിരിക്കുകയാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ആ സാഹചര്യത്തിൽ അതുപോലെ തന്നെ രാജ്യത്ത് നടക്കുന്ന ഈ അക്രമ സംഭവങ്ങൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ കേജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏകാധിപത്യ ശൈലിയിലുള്ള ഒരു ഭരണം ഇപ്പോൾ നിലവിലുണ്ട്. അതിനെതിരായിട്ടാണ് ഇന്ത്യ മുന്നണി ഒരു രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ മുന്നണിക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാർലമെന്റ് ഇലക്ഷനായി, പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷൻ ഇപ്പം 2 ദിവസം കിട്ടിയിട്ടില്ല. 2 ദിവസം കിട്ടി. പോയി തിരക്കിയിട്ട് വന്നതാണ്. എന്തായിരുന്നു ചെയ്തിരുന്നത്? വിധവ പെൻഷനായിരുന്നു. എങ്ങനെ നമ്മളുടെ ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ടുണ്ടല്ലോ, കോൺഗ്രസിൻ്റെതായി നല്ലൊരു മാറ്റം വരണം, നല്ലൊരു ഭരണം വരണം. നമുക്ക് സമാധാനത്തോടുകൂടി വീട്ടിൽ കഴിയണം. നമ്മുടെ കുഞ്ഞുമക്കളെ സംരക്ഷിക്കാൻ പറ്റിയ മക്കളാണെങ്കിൽ സംരക്ഷണമായിട്ട് കുടുംബത്തിൽ കഴിയാൻ പറ്റിയ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു ഭരണം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിലവിലുള്ള ഭരണത്തിനെ കുറിച്ചുള്ള വിലയിരുത്തൽ? നിലവിലുള്ള ഭരണത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാമല്ലോ, വാർത്തകളെല്ലാം. TV തുറന്നാലും വാർത്തകൾ കേൾക്കാം. എല്ലാം വാർത്തകൾ കേൾക്കണമല്ലോ. നമ്മൾ വാർത്തകളെല്ലാം കേട്ട് കഴിഞ്ഞ് ഞാനിപ്പോഴും വാർത്തകൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിനൊരു എന്തുണ്ട്, നമുക്ക് ഇവിടെ പോയാലും ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു ഭരണം എല്ലാവർക്കും നല്ലത്. അപ്പോൾ ഈ നിലവിലിപ്പോൾ ഉള്ളത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണെങ്കിലും BJPയുടെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് LDFൻ്റെ സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വോട്ട് ചെയ്ത് ഓരോരുത്തർക്ക് വോട്ട് ചെയ്ത് എറണാകുളത്ത് ആര് വിജയിക്കാനാണ് സാധ്യത? പറയാൻ പറ്റില്ല.